ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ DS50,000 സ്കാനറിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറും സ്കാനറും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. ഇത് കണക്ട് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല, അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യം നമ്മൾ മസ്റ്റായിട്ട് കമ്പ്യൂട്ടറും സ്കാനറും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. ശേഷം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുന്നു. അവിടെ എപ്സൺ DS50,000 സ്കാനർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും epson.co.inയുടെ എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അധിക PC-യിൽ ഓട്ടോ ഡിറ്റക്റ്റ് ആയിരിക്കും, എന്നാലും ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നത് ഇവിടെ ബ്രാക്കറ്റിലായിട്ട് ഡിറ്റക്റ്റഡ് എന്ന് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ വിൻഡോസ് വെർഷൻ ഉണ്ട്, മാക് വെർഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരുന്നതാണ്. റീലോഡായി വന്നതിന് ശേഷം താഴോട്ട് വരിക. ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ISIS സ്കാനർ ഡ്രൈവറും അതേപോലെ അതിന് മുകളിൽ കാണുന്ന സ്കാനർ ഡ്രൈവർ ഫോർ വിൻഡോസും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ താഴെ കാണുന്ന ISIS ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് അക്സെപ്റ്റ് എന്ന് കൊടുത്തപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മളെ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് അത് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ ചെറിയൊരു ലോഡിങ്ങിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ്. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഇപ്പോൾ വരും. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ കംപ്ലീറ്റ് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഫിനിഷ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ISIS ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളിവിടെ കണ്ട സ്കാനർ ഡ്രൈവർ ഫോർ വിൻഡോസ് എന്നുള്ളത് കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോയി അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. എപ്സൻ്റെ സ്കാൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. താഴെ അക്സെപ്റ്റ് എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഫിനിഷ് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് സാമ്പിളിന് നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയ എപ്സൺ സ്കാൻ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് വിൻഡോ കീ പ്രസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് ഇവിടെ എപ്സൻ്റെ ഒരു ഫോൾഡർ താഴെ കാണാൻ സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരികയാണ്. ഇവിടെ എപ്സൺ എന്നുള്ള ഈ ഫോൾഡർ ജസ്റ്റ് അവിടെ കണ്ടില്ലേ, എപ്സൺ സ്കാൻ എന്നുള്ള പഴയ സോഫ്റ്റ്വെയർ ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ 2-3 സ്കാനർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതിൽ നമ്മൾ സ്കാനറിൻ്റെ പേര് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് കൊടുക്കുന്നു. എങ്ങനെ സ്കാൻ ചെയ്യാം, സ്കാനറിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. യെസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ സ്കാനിങ് കൊടുക്കുകയാണ്. സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്കാനിങ്ങിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഞാൻ ഫയൽ ഓപ്പൺ ആക്കുന്നുണ്ട്. സ്കാനിങ് കംപ്ലീറ്റ് ആണ്, ഫയൽ കുഴപ്പമില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കളർ മോഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.